മുഖ്യമന്ത്രി നമുക്ക് എന്തറിയാം? എനിക്ക് വയസ്സ് 78 ഈ സെക്രട്ടേറിയറ്റ് 12 വയസ്സ് ഉറങ്ങിയിട്ട് പോയവരാണ്. ഈ ശബരിമലയിലെ കൊള്ളയെ കുറിച്ച് ഒരു മാധ്യമ സുഹൃത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ദേവസ്വം എന്നൊരു വീഴ്ചയാണെന്ന്. വീഴ്ചയെന്നല്ല, കോളയാണെന്ന്, തട്ടിപ്പാണ്. ദേവസ്വം മന്ത്രി വാസന്റെ വീട്ടിലേക്കും യുവമോർച്ച BJP പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. സമാധാനപരമായിരുന്നു മാർച്ച്. ആ മാർച്ചിന് DYFI SFI ഗുണ്ടകളെ അയച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകരെ തല്ലിച്ചതക്കാൻ തയ്യാറായത്. അടിച്ചൊതുക്കാൻ സാധിക്കുന്നതല്ല യുവമോർച്ചയുടെ ആവേശം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാരാഗ്രഹങ്ങളിൽ അടക്കാൻ കഴിയുന്നതല്ല യുവമോർച്ചയുടെ ആവേശം. ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് കേരളത്തിലെ യുവതയുടെ പ്രസരിപ്പുള്ള ശക്തിയുടെ പ്രതീകമാണ് ഭാരതീയ ജനതാ യുവമോർച്ച. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നത്. പോലീസ് സംവിധാനങ്ങൾ പ്രതികരിക്കില്ല, അല്ലെങ്കിൽ തിരിച്ചറ്റാക്ക് ചെയ്യില്ല എന്നുള്ള ഉറപ്പ് അത് തീർച്ചയായും യുവമോർച്ചയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നുണ്ടായത്. ചെരുപ്പ് കൊണ്ടുവന്നിരിക്കുന്ന, കൊടി കുത്തിയിരുന്ന വടി, അങ്ങനെ പല സാധനങ്ങളും ഉപയോഗിച്ച് പോലീസിന് നേരെയും പോലീസ് വാഹനത്തിന് നേരെയും അക്രമം ഉണ്ടാക്കാനുള്ള ശ്രമം അടക്കം നടത്തി. ഇവിടുത്തെ അയ്യപ്പന് പോലും സമാധാനമോ സ്വൈര്യമോ സുരക്ഷിതത്വമോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേരളത്തെ മുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവമോർച്ചയുടെ പ്രതിഷേധമുണ്ടായത്. എന്തായാലും 50-ലധികം പ്രവർത്തകർക്ക് ഇന്ന് വലിയ രീതിയിലുള്ള അപകടമാണ് അല്ലെങ്കിൽ പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയത്ത് മാധ്യമപ്രവർത്തകർക്കും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകന് നേരെ ഒരു കല്ലേറടക്കം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്നുണ്ടായത് വെറും സൂചന മാത്രമാണ്. ഇനിയും തുടർന്ന് സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെയാണ് നൽകിയിരിക്കുന്നത്.
മുഖ്യമന്ത്രി നമുക്ക് എന്തറിയാം? എനിക്ക് വയസ്സ് 78 ഈ സെക്രട്ടേറിയറ്റിലേക്ക് 12 വയസ്സ് ഉറങ്ങിയിട്ട് പോയവരാണ്. भारत माता की, भारत माता की, भारत माता की. ഇവിടെ വന്ന എല്ലാ യുവാവിശ്വാസികൾ വിനീതമായ നമസ്കാരം. ഇവിടെ വന്നിരിക്കുന്നത് യുവമോർച്ചയിലെ പ്രവർത്തകർ മാത്രമല്ല, നാടിന്റെ സംസ്കാരം രക്ഷിക്കാനും സംരക്ഷിക്കാൻ വന്ന യുവവിശ്വാസികളും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു എന്ന് പിണറായി വിജയൻജി കാണണം. ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കണം. കാരണം ശബരിമലയിൽ നടന്ന കൊള്ളയും അതുപോലെ തന്നെ എത്ര അമ്പലത്തിൽ നടക്കുന്ന കൊള്ളം നടന്ന കൊള്ളയും അതിനെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ വളരെ ദേഷ്യം കയറിയിട്ടുണ്ട്. ദേഷ്യം പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾ ആഗ്രഹിച്ചത് എന്താണ്? 3 ദിവസം മുമ്പ് വിശ്വാസികളെ വഞ്ചിച്ച ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2014 പറഞ്ഞ ഒരു കാര്യം ഞാൻ 3 ദിവസം മുമ്പ് അദ്ദേഹത്തിന് ഓർമ്മിപ്പിച്ചു. ഇന്നും ഞാൻ പറയുന്നു, ദേവസ്വം മന്ത്രി വാസവനോട് പറയുന്നു, ശകലം ഉൾപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് 2016 പറഞ്ഞതാണ് പിണറായി വിജയൻ. പിണറായി വിജയൻജി ഡൽഹി പോയിട്ട് ഈ ശബരിമലയിലെ കൊള്ളയെ കുറിച്ച് ഒരു മാധ്യമ സുഹൃത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ദേവസ്വം എന്നൊരു വീഴ്ചയാണെന്ന്. വീഴ്ച എന്നല്ല, കൊള്ളയാണെന്ന്, തട്ടിപ്പാണ്, കള്ളത്തരമാണ്. അല്ല 4.5 kg സ്വർണം മോഷിപ്പിച്ച കൊള്ളയല്ലേ? അപ്പൊ കോൺഗ്രസുകാർ കർണാടകയിൽ ചെയ്യുന്ന പോലെ 40 kg സ്വർണം കൊള്ള ചെയ്താൽ മാത്രമാണ് കൊള്ള? അല്ല, ഇത് ക്രൈമാണ്. ഇത് അന്വേഷിക്കണം. ഇവിടെ ചെയ്ത ഈ ക്രിമിനൽസ് ആരാണെങ്കിൽ കണ്ടുപിടിച്ച് അവരെ ജയിലിൽ അയക്കണം. ഇത് എല്ലാ മലയാളികളും വാശിയായിട്ട് ഞങ്ങൾ BJP അവർക്ക് വേണ്ടി ചെയ്യും. ഇതിന് ഒറ്റ കോംപ്രമൈസിന് തയ്യാറല്ല. പിന്നെ പിണറായി വിജയൻ ജീവിതം മനസ്സിലാക്കണം, വാസവൻ ജീവിതം മനസ്സിലാക്കണം. കോട്ടയത്ത് ഞങ്ങള് പ്രവർത്തകര് ഒരു പീസ്ഫുൾ മാർച്ച് ചെയ്ത് വാസവൻ രാജിവെക്കണമെന്ന് പറയുമ്പോൾ SFIക്കാരും DYFകാരും കമ്മ്യൂണിസ്റ്റ് CPMകാരും വന്ന് ആക്രമണിച്ച് ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതിനി നടക്കില്ല. BJP നാടിന്റെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ലോകത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതിന് വേണ്ട കാര്യങ്ങളും തന്ത്രങ്ങളും ഞങ്ങളുടെ അടുത്തുണ്ട്. ഞങ്ങൾ പീസ്ഫുൾ ആയിട്ട് രാജിവെക്കണം ഞങ്ങൾ നിർബന്ധിച്ചാൽ ഞങ്ങളെ എതിരെ, ഞങ്ങളുടെ പ്രവർത്തകരെതിരെ ആക്രമണം ചെയ്താൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും. പിണറായി വിജയൻ സാറ്, വാസവൻ സാറ്, ദേവസ്വം ബോർഡ് ചെയർമാൻ, നിങ്ങൾ SFIക്കാരൊന്നും രക്ഷിക്കാൻ പറ്റില്ല. അതിന്റെ കാലമെല്ലാം കഴിഞ്ഞു. ഇനി ഈ നരേന്ദ്രമോദിജിയുടെ നാട്ടിൽ ആരെങ്കിലും കൊള്ള ചെയ്താലോ അഴിമതി ചെയ്താലോ വിടില്ല. അവർക്ക് രക്ഷിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനിത് കമ്മ്യൂണലാക്കാൻ എനിക്കൊരു താല്പര്യമില്ല, ആഗ്രഹമില്ല.
പക്ഷെ ഇത് പറയേണ്ട കാര്യമാണ്. ജനങ്ങൾ പറയിപ്പിക്കുന്നു. ഇത് എന്തുകൊണ്ട് കഴിഞ്ഞ 10 കൊല്ലം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ CPM സർക്കാർ എന്തുകൊണ്ട് ഹിന്ദു വിശ്വാസികളെ ദ്രോഹിക്കുന്നു? 2018 ചെയ്ത കാര്യങ്ങൾ ഒരു സന്യാസി എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കേസ് ഫയൽ ചെയ്യുന്ന സാഹചര്യം. പൗള നടക്കുന്ന ഹിന്ദു അമ്പലം ഇത് വേറെ ഏതെങ്കിലും ഒരു സമുദായം നടത്തുന്ന അമ്പലമാണെങ്കിൽ പിണറായി വിജയൻ സാർ അവിടെ പോയി കാല് പിടിച്ച് മാപ്പി വാങ്ങിയിട്ടുണ്ട്. ഇതാണ് സത്യം. ഇതാണ് സത്യം. ഇത് ഇരട്ടത്താപ്പാണ്. ഇത് ഹിന്ദുക്കളുടെ എതിരെ ഒരു റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ ആണ്. ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിന്റെ കാലം കഴിഞ്ഞു. ഇനി BJP വിശ്വാസികൾക്ക് വേണ്ടിയും അവരുടെ സംസ്കാരത്തിന് വേണ്ടിയും വികസനത്തിന് വേണ്ടിയും പാർട്ടി പ്രവർത്തിക്കും, പ്രതിഷേധിക്കും, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് ഇന്ന് ഞാൻ കേട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുനമ്മനെ കുറിച്ച് ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ പോകുന്നുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, കുറച്ചെങ്കിലും നാളുണ്ടാവണം. ഈ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി പറഞ്ഞതായിരുന്നു മുനമ്പത്തിന്റെ ആ ലാൻഡ് വഖഫിന്റെ ഭൂമിയായിരുന്നു. ആര് പറഞ്ഞു? സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി. എന്നിട്ട് പാർലമെന്റ് പാസാക്കിയ വഖഫ് ആക്ട് ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും എന്ത് പറഞ്ഞു? ഈ ഇരട്ടത്താപ്പ് കാണിക്കാനാണ് ഞാൻ പറയുന്നത്. ഇവരുടെ ഇരട്ടത്താപ്പ്. ഇവര് രണ്ടുപേരും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും രാഷ്ട്രീയ ഇരട്ടകളാണ്, ട്വിൻസാണ്. പൊളിറ്റിക്കലും ഐഡിയോളജിക്കൽ ട്വിൻസ്, തീർന്ന രാഷ്ട്രീയം ചെയ്യുന്ന ട്വിൻസ്. ഈ മുനമ്പത്തിന്റെ ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് MPമാരും കോൺഗ്രസ് MPമാരും എന്ത് ചെയ്തു? ഇത് ഇന്ന് മുഖ്യമന്ത്രി ഹൈക്കോടതിന്റെ വിധി, ഹൈക്കോടതി എന്തുകൊണ്ട് വിധി പ്രഖ്യാപിച്ചു? പാർലമെന്റ് പാസ്സായ ആക്ട് മനസ്സിലാക്കിയിട്ടു. അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ മുഖ്യമന്ത്രി നോക്കും. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു നാടകത്തിന്റെ രാഷ്ട്രീയം, ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയം, മുദ്രാവാക്യം പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയം, വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിക്കാത്ത രാഷ്ട്രീയം, അതിന്റെ സമയം കഴിഞ്ഞു. ഇന്ന് മനുപ്രസാദിന്റെ ടീമിന് ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. ഇത് മൊത്തം മലയാളികൾക്ക് ഒരു മെസ്സേജാണ്. നിങ്ങളുടെ യുവാക്കൾക്ക് വികസനം വേണം, തൊഴിൽ വേണം, അവസരങ്ങൾ വേണം. നരേന്ദ്രമോദിജി ഇന്ത്യയിലെ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിന്റെ ഏറ്റവും മുകളിൽ വർദ്ധിപ്പിക്കുമ്പോൾ, സ്പോർട്സിനും അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ കേരളത്തിന്റെ യുവാക്കൾക്ക് വേറെ അവസരങ്ങൾ, അത് അവരുടെ അവകാശമാണ്. അതിനുവേണ്ടി പ്രതിഷേധിക്കുന്നു. പക്ഷേ അതിന്റെ ഒപ്പം സംസ്കാരം സംരക്ഷിക്കാൻ നമ്മുടെ യുവാക്കൾക്ക് പ്രതിഷേധം ചെയ്യാൻ കഴിയും എന്ന് തെളിവാണ് ഇന്നത്തെ സ്ട്രൈക്ക്, ഇന്നത്തെ സമരം. അപ്പോ ഇത് ഞങ്ങൾ വിടാൻ പോകുന്ന കാര്യമല്ല. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെ വീഴ്ചയായിട്ട് കാണാം. ഓക്കെ, അവിശ്വാസിയാവാനും നിരീശ്വരവാദമാവാൻ ഈ നാട്ടിൽ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ വിശ്വാസികളെ അപമാനിക്കാനും വിശ്വാസികളെ ദ്രോഹിക്കാനും ആർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, അത് സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് രാഷ്ട്രീയമല്ല, ഇത് ഞങ്ങൾക്കല്ല, ഒരു മാറ്റർ ഓഫ് പ്രിൻസിപ്പളാണ്. ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ. ആർട്ടിക്കിൾ 25 ഫ്രീഡം ടു പ്രാക്ടീസ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്കുണ്ട് അവകാശം. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കണം. പിണറായി വിജയൻജിനെ ഞാൻ അവസാനം ഞാൻ പറയുന്നത് ഇതാണ്: മന്ത്രി വാസുവഞ്ചി രാജിവെക്കണം. ഇതിലാർക്കും ഒരു സംശയം ഉണ്ടാവില്ല. ഈ നാട്ടിലെ ജനതയെ അഭിസംബോധന സമയം വിദൂരമല്ല, ഓർത്തു വെച്ച പിണറായി വിജയ എന്ന് മാത്രമാണ് പറഞ്ഞുള്ളത്. നിങ്ങളുടെ അന്ത്യം ഭാരതീയ പാർട്ടിയുടെ പേരിലായിരിക്കും കുറിക്കപ്പെടുക. നിങ്ങളുടെ അന്ത്യം വികസന രാഷ്ട്രീയത്തിന്റെ പേരിലായിരിക്കും കുറിക്കപ്പെടുക. അതിന്റെ വാഹനം ആ വികസന രാഷ്ട്രീയത്തിന്റെ, പിണറായി വിജയന്റെ ദുർഭരണത്തിന്റെ, ഈ രാജവാഴ്ചയുടെ
അന്തകൻ ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ കേരളക്കരയുടെ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനാണ്. ആ രാജീവൊക്കെ നിന്നോട് വർത്തമാനം പറയുന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിൽ കിടക്കുന്നില്ല. നിങ്ങൾ ഇന്ന് തുടക്കം വെച്ചോ കൗണ്ട് ഡൗൺ. ഞങ്ങളുടെ പാർട്ടി ഓഫീസുകളിൽ ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നീ മനസ്സിലാക്കേണ്ടത് അത് കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് BJPക്ക് ജയിച്ചു കയറാനുള്ള ദിനങ്ങളുടെ എണ്ണം മാത്രമല്ല, മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളുടെ കസേരകളുടെ താളെടുക്കുന്ന ദിനങ്ങളുടെ എണ്ണം കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ കൂടുതൽ നിങ്ങളെ കിടക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഈ സമരമുഖത്തിന്, ഈ സമരപ്പടവിക്ക്, ഈ പോർമുഖത്തിന് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ആ കർത്തവ്യത്തിലേക്ക് നിങ്ങൾ കിടക്കുന്നു. ഇവിടെ ഈ പോർമുഖത്തിന്റെ യുവമോർച്ചയുടെ സമരപ്പടവിയുടെ നായകനായി ഇവിടെ ഉള്ളത് യുവമോർച്ചയുടെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ B. മണിപ്രസാദാണ്. മരിച്ചവരെ ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സമരമുഖം പോർമുഖം ഇവിടെ തുറന്നു വെക്കാൻ, സമരത്തിന്റെ വേലിയേറ്റത്തിന് കേരളക്കരയെ സജ്ജമാക്കാൻ ഈ സമരമുഖത്തിന്റെ ഉദ്ഘാടനമായി ഇവിടെ എത്തിയിട്ടുള്ളത് ഈ കേരളക്കരയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധനായ അധ്യക്ഷൻ, വികസന നായകൻ, വികസന രാഷ്ട്രീയത്തിന്റെ പുതിയ കാഴ്ചപ്പാട് കേരളക്കരയ്ക്ക് പരിചയപ്പെടുത്തിയ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ്. രാജീവേട്ടില് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ബഹുമാനിയായിട്ടുള്ള യുവമോർച്ചയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഭാരി, ബഹുമാനിയായിട്ടുള്ള യുവമോർച്ചയുടെ മുൻ അഖിലേന്ത്യാ സെക്രട്ടറി അനിൽ രാമനിയുടെ പങ്കെടുക്കുന്ന ഒരുപാട് സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരത്തുകാരുടെ പ്രിയപ്പെട്ട ബഹുമാനായിട്ടുള്ള സുരേഷ് ഏട്ടൻ, നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. സുരേഷ് ഏട്ടന് സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ബഹുമാനായിട്ടുള്ള കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗണവർ, നമ്മുടെ എല്ലാം മാർഗദർശി, നമ്മുടെ എല്ലാം പോരാട്ടത്തിന്റെ ഇന്ധനമായി ഇന്നും നിൽക്കുന്ന നമ്മുടെ ദാസേട്ടൻ P. കൃഷ്ണദാസ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷയുടെ പങ്കെടുക്കുന്നുണ്ട്. ദാസേട്ടന് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം BJPയുടെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ സോനം ചേട്ടൻ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. സോനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. BJPയുടെ അനന്തപുരിയുടെ യോഗം, അനന്തപുരിയിൽ നമ്മൾ വരും ദിവസങ്ങളിൽ നേടിയെടുക്കാൻ പോകുന്ന, കടന്നു കയറാൻ പോകുന്ന, പിടിച്ചെടുക്കാൻ പോകുന്ന ഈ നഗരസഭയുടെ ഭരണ സാരഥ്യത്തിലേക്ക് BJPയെ നയിക്കുന്ന ബഹുമാനായിട്ടുള്ള അനന്തപുരിയുടെ BJPയുടെ സമരനായകൻ ബഹുമാനായിട്ടുള്ള ജയൻ ചേട്ടന് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ യുവമോർച്ചയുടെ ബഹുമാനായിട്ടുള്ള പ്രഭാരി, സഹപ്രഭാരി, ABVPയുടെ അനവധിയായിട്ടുള്ള സമരപുഷ്ടമായ പോർമുഖങ്ങളിൽ ഈ അനന്തപുരിയിലും രാജ്യത്തുടനീളം വിദ്യാർത്ഥി മുന്നേറ്റത്തെ നയിച്ച നിതീഷ് ശേഖരന് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പങ്കെടുക്കുന്ന യുവമോർച്ചയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന ഭാരവാഹികൾ ഈ പൗർമുഖത്തിന് തടയാനിയുടെ കണ്ണികളായി ഓരോ കണ്ണികൾ ചേർന്ന് സമരാവേശമായി പങ്കെടുക്കുന്ന യുവമോർച്ചയുടെ സമരഭടന്മാര്, സമരവാദികൾ, വോളണ്ടിയർമാര് എല്ലാവരെയും സുസ്വാഗതമായി സ്വാഗതം ചെയ്യുക. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു പ്രക്ഷേപം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ നാട്ടിലെ ജനങ്ങൾ, യുവജനങ്ങൾ തൊഴിൽരഹിതരായി നടക്കുകയും തൊഴിലില്ലാത്ത കേരളത്തിൽ ദുരിതപൂർണമായ ജീവിതങ്ങൾ നയിച്ചു മുന്നേറുകയും ചെയ്യുന്നത് കേരളത്തിലെ ഭരണകൂടം, കേരളത്തിലെ അമ്പലങ്ങൾ തൊട്ട് ഈ നാടിനെ മുടിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ യുവജനങ്ങളെ കണ്ടില്ലാതെ ധരിച്ച് നമ്മുടെ ക്ഷേത്രങ്ങളെയും ക്ഷേത്ര സ്വത്തുക്കളെയും ആരാധനാ ക്ഷേത്രമായി ലോകത്തിന് മുഴുവൻ മാതൃകയായി നിൽക്കുന്ന നമ്മുടെ ശബരിമലയെയും തകർക്കുന്ന, സ്വർണ്ണം തകർക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ യുവമോർച്ച നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് ഇന്ന് സെക്രട്ടറിയുടെ എത്തിയിരിക്കുന്നത്. തൊഴിലില്ലാത്ത യുവാക്കളെ സൃഷ്ടിച്ച്, യുവാക്കളെ കണ്ടില്ലെന്ന് നടിച്ച് ഈ നാട്ടിലെ യുവാക്കളെ തൊഴിൽ രഹിതരാക്കി മാറ്റി, അമ്പലക്കൊള്ള നടത്തി, ശബരിമലയിലെ സ്വർണം തൊട്ട് സുഖമായി ജീവിക്കാനെന്ന് തീരുമാനിച്ച് പിണറായി വിജയനോട് ഇന്ന് അതിനനുവദിക്കില്ല എന്ന് യുവമോർച്ച പ്രഖ്യാപിക്കുന്ന ദിനമാണെന്നാണ് ശരിയാണ്. ഇന്ന് ഞങ്ങളുടെ സമരത്തെ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത് ലോകാരോഗ്യമായിട്ടുള്ള ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റുകളിലൂടെ ക്രിയാത്മകമായ ആശയങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കിയ അഭിമാനകരമായ ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷയായ
പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവരുടെയാണ്. പാർട്ടിയുടെ ഈ സമരത്തിൽ യുവമോർച്ചയുടെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ന് പരിക്കുകൾ പോലീസിന്റെ മർദ്ദനം പോലും ഏറ്റുവാങ്ങിയിരിക്കുന്ന പാർട്ടിയുടെ ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി, അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹപ്രവർത്തകരെ, പിണറായി വിജയന്റെ മുമ്പിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇന്ന് യുവമോർച്ച കാണിച്ചിരിക്കുന്നത് ഈ കേരളത്തിലെ യുവതയുടെ ത്രസിക്കുന്ന ശക്തിയാണ് ഭാരതീയ ജനതാ യുവമോർച്ച എന്ന് കേരളത്തിന് ബോധ്യം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഈ സെക്രട്ടേറിയറ്റും പരിസരവും സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരാവശ്യത്തിനു വേണ്ടിയാണ് ഈ പിണറായി വിജയന്റെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് നമ്മൾ വന്നതെങ്കിൽ ആ ആവശ്യം നിറവേറ്റുന്നത് വരെ അചഞ്ചലമായി യുവമോർച്ച പ്രവർത്തകർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളുടെ 50ഓളം വരുന്ന പ്രവർത്തകർക്ക് പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റിരിക്കുന്നു. 1 അല്ല 2 അല്ല നിരവധി പ്രാവശ്യമാണ് ഈ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രവർത്തകർക്ക് നേരെ അവരുടെ മൃഗീയമായിട്ടുള്ള താണ്ഡവം നടത്തിയിരിക്കുന്നത്. ക്ഷമിക്കാൻ പറ്റുന്നതല്ല. പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മാപ്പ് തരില്ല. നിങ്ങൾ കൊള്ള നടത്തിയതിനെതിരായിട്ടുള്ള സമരമാണ്. ശബരീശ്വരനെ കൊള്ളയടിച്ചതിനെതിരായിട്ടുള്ള സമരമാണ്. അമ്പലം വിഴുങ്ങിയായിട്ടുള്ള പിണറായി വിജയനെതിരായിട്ടുള്ള സമരമാണ്. അമ്പലത്തിൽ നിന്നെടുത്ത ശബരീശ്വരിൽ നിന്നെടുത്ത 1 ഗ്രാം സ്വർണം പോലും തിരിച്ചു വരുന്നത് വരെ ഭാരതീയ ജനതാ യുവമോർച്ചയും BJP അടിച്ചൊതുക്കാൻ സാധിക്കുന്നതല്ല യുവമോർച്ചയുടെ ആവേശം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാരാഗ്രഹങ്ങളിൽ അടക്കാൻ കഴിയുന്നതല്ല യുവമോർച്ചയുടെ ആവേശം. ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് കേരളത്തിലെ യുവതയുടെ പ്രസരിപ്പുള്ള ശക്തിയുടെ പ്രതീകമാണ് ഭാരതീയ ജനതാ യുവമോർച്ച. ആ യുവമോർച്ച ഒരു സമരത്തിൽ ഇറങ്ങിയാൽ ആ സമരത്തിൽ എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നേടുന്നത് വരെ ആ സമരവുമായി മുന്നോട്ട് പോകും. പിണറായി വിജയ, ഇതാ ഇവിടെ ഒരു തുടക്കമാണ്. ഇനി താങ്കളുടെ പോലീസിനും താങ്കളുടെ ബാരിക്കേഡുകൾക്കും ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ആവേശത്തെയും അവരുടെ പോരാട്ട വീര്യത്തെയും തടയാൻ സാധ്യമല്ല എന്ന് ഭരണകൂടത്തിന് നൽകിയ സൂചനയാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടന്നിരിക്കുന്ന സമരം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങളുടെ ധീരോദാത്തമായിട്ടുള്ള പോരാട്ടം, അചഞ്ചലമായിട്ടുള്ള പോരാട്ടം, ഈ പോരാട്ടത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം അങ്ങേയറ്റം വിലമതിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. പോലീസിന്റെ മർദ്ദനമേറ്റ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ പോലീസിന്റെ കൊടും ക്രൂരതയ്ക്ക് ഇരയായിട്ടുള്ള പ്രവർത്തകർ, അവരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല ഈ കേരളത്തിലെ വിശ്വാസി സമൂഹം മുഴുവൻ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രവർത്തകരോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മനോജ്, യുവമോർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി, അതേപോലെ തന്നെ യുവമോർച്ചയുടെ കരുത്തുറ്റ നേതാക്കന്മാർ, യുവമോർച്ചയുടെ ഉശിരന്മാരായ പ്രവർത്തകന്മാർ, ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് യുവമോർച്ച പ്രവർത്തകന്മാർ മാർച്ച് നടത്തിയത് കേരളത്തിലെ യുവാക്കന്മാരുടെ സംരക്ഷണത്തിനും അതേപോലെ തന്നെ വിശ്വാസി സമൂഹത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ്. ജനാധിപത്യ രീതിയിൽ സമാധാനപരമായിട്ടാണ് യുവമോർച്ച പ്രവർത്തകന്മാർ മാർച്ച് നടത്തിയത്. ഇതുപോലെ ഇന്നലെ 2 ദിവസം മുൻപ് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം മന്ത്രി വാസന്റെ വീട്ടിലേക്കും യുവമോർച്ച BJP പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. സമാധാനപരമായിരുന്നു മാർച്ച്. ആ മാർച്ചിന് DYFI SFI ഗുണ്ടകളെ അയച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകരെ തല്ലിച്ചതക്കാൻ തയ്യാറായത്. ഇവിടെ പിണറായിയുടെ മറ്റൊരു ഗുണ്ടപ്പടയായിട്ടുള്ള കേരളത്തിലെ പോലീസിനെ അയച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകന്മാരെ തല്ലിച്ചതച്ച് ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. പിണറായി വിജയനെതിരായി ഉയർന്നു വരുന്ന ഒരു പ്രതിഷേധവും വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ളതാണ് LDF പിണറായി സർക്കാരിന്റെ തീരുമാനം. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രൂരമായ ലാത്തിചാർജ് വരുൺ ഉൾപ്പെടെ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വരുൺ ഉൾപ്പെടെ 50ഓളം പ്രവർത്തകരെയാണ് ഈ പോലീസ് തല്ലിച്ചതച്ചത്. ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ജലപീരങ്കി കൊണ്ടും അതുപോലെ പോലീസിന്റെ ലാത്തി കണ്ടുകൊണ്ടും മുട്ടുമടക്കുന്നവരല്ല യുവമോർച്ച. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു,
പിണറായി വിജയ നിങ്ങളുടെ മുന്നിൽ ഒട്ടുമടക്കില്ല യുവമോർച്ച പ്രവർത്തകർ എന്ന് മാത്രമല്ല നിങ്ങളെ ഞങ്ങൾ മുട്ടുകുത്തിച്ച് മാത്രമേ ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിൽ പിന്മാറുകയുള്ളൂ. ഞങ്ങൾ നിങ്ങളെ മുട്ടുകുത്തിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ സമരം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഇത് കേരളത്തിൽ വ്യാപകമായി ഈ സമരം വ്യാപിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്തിട്ടുള്ള അതേത് കൊലക്കൊമ്പനായാലും ശരി, അവരുടെ കയ്യിൽ കയ്യാമം വെക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി യുവമോർച്ചയും മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന്റെ നാട് എന്നാണ് കേരളത്തെ അറിയപ്പെടുന്നത്. പക്ഷേ ദൈവത്തിന് രക്ഷയില്ലാത്ത നാടായി പിണറായി വിജയൻ കേരളത്തെ അധപ്പതിപ്പിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ അമ്പലക്കള്ളന്മാരായിട്ടുള്ള ഈ സർക്കാരിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന കാര്യം സംശയമില്ല. പിണറായി വിജയൻ ഒക്കച്ചങ്ങാതിമാരായ മൂത്ത കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും പോലെ യുവമോർച്ചയും BJPയെയും ആ തരത്തിൽ കൂട്ടേണ്ടതായിട്ടില്ല. അടിയുടെ മുന്നിൽ അതുപോലെ ഇടിയുടെ മുന്നിൽ പതറുന്നവരല്ല യുവമോർച്ചയുടെ ഉശിരന്മാരായ പ്രവർത്തകരെന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നു. അവസാന നിമിഷം വരെ യുവമോർച്ച പ്രവർത്തകർ പോലീസിന്റെ ജലപീരങ്കിയെയും ലാത്തിച്ചാർജിനെയും വെല്ലുവിളിച്ചുകൊണ്ട് നെഞ്ചുറപ്പോടുകൂടി നേരിട്ടുകൊണ്ട് സമരത്തിന്റെ അവസാന നിമിഷത്തിലും ഉറച്ചു നിന്നിരിക്കുന്നു. യുവമോർച്ചയുടെ ഉശിരന്മാരായ പ്രവർത്തകരെ, നിങ്ങൾക്ക് BJPയുടെ അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ. വീണ്ടും പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.